ഇന്ന് നമ്മൾ നമ്മുടെ മല്ലു സീരീസ് ചാനലിൽ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട മൗനസമ്മതം എന്ന് പറയുന്ന സീരിയലിൻ്റെ 3ാമത്തെ സീസണാണ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. പ്രണയം ഒരു തെറ്റാണെന്ന് ലോകം പറഞ്ഞ് അത് മായ്ച്ചു കളയാൻ നമ്മൾ ശ്രമിക്കും. പക്ഷേ സത്യത്തോടുള്ള സ്നേഹം ഒരിക്കലും ആയിരുന്നില്ല. അതിൻ്റെ നടുവിലായി അകപ്പെട്ടു പോകുന്ന 3 പേരുടെ ജീവിതകഥയാണ് നമ്മൾ ഈ സീരിയലിലൂടെ കാണാനായിട്ട് പോകുന്നത്. എന്നാൽ നമുക്ക് സമയം ഒട്ട് കളയാതെ നമുക്ക് സീരിയലിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് കടന്നാലോ? നമുക്ക് ഈ കഥയിലെ നായികയായിട്ടുള്ള സുവിധയെ കാണിക്കുകയാണ്. അവളാണെങ്കിൽ ചന്തയിൽ വന്നിട്ട് പച്ചക്കറിയും പലചരക്കും എല്ലാം നോക്കി ഓരോന്ന് എടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ അവളുടെ കൂടെ വന്നിട്ടുള്ള ഒരു പാചകക്കാരൻ പറയുകയാണ്, സത്യം പറഞ്ഞാൽ കശ്യപ് സാറിന് ഒരു മോനെയായിരുന്നു കിട്ടേണ്ടതെന്ന് പറയാം. അപ്പോൾ അവൾ പറയാം, ഇന്നത്തെ കാലത്ത് ആൺ പെൺ വ്യത്യാസമൊന്നും ഇല്ല, ഞാനാണെങ്കിൽ എൻ്റെ അച്ഛൻ്റെ പുന്നാര മോളാന്ന് പറയാം. ഇതേ സമയത്ത് തന്നെ ഡൽഹി നമ്മുടെ ഹീറോ ആയിട്ടുള്ള അരുണിനെ കാണിക്കുകയാണ്. അവനാണെങ്കിൽ ആ വർഷത്തെ ഏറ്റവും ബെസ്റ്റ് സ്റ്റുഡൻറ്റ് അവാർഡ് കിട്ടി മെഡലും മേടിച്ചുകൊണ്ട് നിന്ന് സ്പീച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അവൻ പറയുന്നുണ്ട്, എനിക്ക് ഈ മെഡൽ കിട്ടാനുള്ള ഏറ്റവും വലിയ റീസൺ എൻ്റെ അമ്മയാണ്, അതുകൊണ്ട് ഈ ഒരു മെഡൽ വന്ന് ഞാൻ എൻ്റെ അമ്മയ്ക്കായി ഡെഡിക്കേറ്റ് ചെയ്യുന്നെന്ന്. അതിനുശേഷം അവൻ അവിടെ നിന്ന് തിരിക്കുന്ന സമയത്ത് അവൻ്റെ സാറ് വന്ന് അവൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഇതേ കണക്ക് ഇവിടെ വന്ന് പ്ലേസ്മെൻറ്റിന് വേണ്ടി വലിയ വലിയ കമ്പനിയിലെ ആളുകൾ വന്നിട്ടുണ്ട്, നീ പ്ലേസ്മെൻറ്റ് അറ്റൻഡ് ചെയ്താൽ നിനക്ക് നല്ല വലിയൊരു കമ്പനിയിൽ ജോലി കിട്ടുമെന്ന്. അപ്പോൾ അരുൺ പറയണേ, എനിക്ക് സത്യം പറഞ്ഞാൽ ജോലി ചെയ്യാനല്ല, സ്വന്തമായിട്ടൊരു സംരംഭം തുടങ്ങാനാണ് ഇഷ്ടമെന്ന് പറയുക. ഇത് കേൾക്കുന്ന സമയത്ത് സാറ് പറയുന്നുണ്ട്, നിൻ്റെ അമ്മ ഏറ്റവും കൂടുതൽ ലക്കിയാണ്, നിന്നെ പോലെ ഒരു മോനെ അവർക്ക് കിട്ടിയില്ലെന്ന്. സാറ് അതെൻ്റെ അമ്മയെ കാണാത്തതുകൊണ്ടാണ് പറയുന്നത്. എൻ്റെ അമ്മയെ കണ്ടിരുന്നെങ്കിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഞാനാണ് ഏറ്റവും കൂടുതൽ ലക്കി, അതുപോലെ ഒരു അമ്മ എനിക്ക് കിട്ടിയതിന്. അതുകൊണ്ടാണ് എൻ്റെ പേര് അരുൺ സുജാത എന്ന്. ഒരു അച്ഛൻ്റെ പേരിൻ്റെ ആവശ്യം പോലും എനിക്ക് ഇതുവരെ വന്നിട്ടില്ലെന്ന് അരുൺ സാറിൻ്റെ അടുത്ത് പറഞ്ഞ് അവിടെ നിന്ന് തിരിക്കുകയാണ്. ഇനിയാണെങ്കിൽ സുവിധയാണെങ്കിൽ അവിടെ നിന്ന് തിരിച്ച് വരുന്ന വഴിക്കൊരു ദേവീക്ഷേത്രമുണ്ട്. അവിടെ കയറി അവൾ ലോകത്തുള്ള എല്ലാവർക്കും അവളുടെ വീട്ടുകാർക്കും എല്ലാം വേണ്ടി പ്രാർത്ഥിച്ച് ഇറങ്ങുന്ന സമയത്താണ് അരുൺ അതേ വഴിക്ക് അവൻ്റെ വണ്ടിക്കകത്ത് വരുന്നത്. ക്രോസ് ചെയ്ത് പോകുന്ന സമയത്ത് ഇവൾ ഷോൾ കൊണ്ട് അവൻ്റെ മുഖം മറയുകയാണ്. അപ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കുന്നെങ്കിലും കറക്റ്റായിട്ട് ആരാണ് എന്നുള്ളത് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാവുന്നില്ല. ഇതിന് ശേഷം സീൻ കട്ടാകുമ്പോൾ നമുക്ക് കാണിക്കുന്നതെന്ന് അന്നത്തെ ദിവസം രാത്രിയാണ്. അപ്പോൾ അന്ന് അമ്പലത്തിലെ പൂജയ്ക്കായിട്ട് ആ നാട്ടിലെ എല്ലാവരും കൂടുന്നുണ്ട്. അവിടെ എല്ലാവരും ചുമ്മാ ഇരുന്ന് കാര്യം പറയുന്നത് കാണുമ്പോൾ സുവിധ വിചാരിക്കുകയാണ്, ഇവരിങ്ങനെ ഇവിടെ ഇരുന്ന് രാഷ്ട്രീയം പറഞ്ഞാൽ ശരിയാവത്തില്ല, ഇവരെല്ലാവരും ഒന്ന് പൂജയല്ലേ, അതുകൊണ്ട് തന്നെ സന്തോഷിപ്പിക്കണം എന്നും പറഞ്ഞ് വാദികളും മേളങ്ങളും എല്ലാം വെച്ച് അവരെല്ലാവരും ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് നമ്മുടെ സുവിധയുടെ അമ്മയായിട്ടുള്ള ഉമ്മയെ കാണിക്കുന്നത്. അവർ നോക്കുന്ന സമയത്താണെങ്കിൽ അവരുടെ അമ്മായിമ്മ കാര്യമായിട്ട് ഡാൻസ് കളിക്കുന്നു. ഓൾറെഡി അവർക്ക് ഇപ്പോൾ റീസെൻ്റ് ആയിട്ടാണ് ഒരു വയറിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞത്. അതുകൊണ്ട് സുവിധയെ വിളിച്ചിട്ട് പറയുകയാണ്, നീ നിൻ്റെ അച്ചാമ്മയെ പിടിച്ച് മാറ്റി നിർത്തുക, അവർക്ക് ഇപ്പോൾ അടുത്തല്ലയോ ഈ പറയുന്ന കണക്ക് ഈ ഓപ്പറേഷൻ കഴിഞ്ഞുകൊണ്ട് പിടിച്ച് മാറ്റി നിർത്താൻ പറയുകയാണ്. അങ്ങനെ സുവിധ ചെന്നിട്ട് അവളുടെ അച്ചാമ്മയെ പിടിച്ച് മാറ്റി നിർത്തുന്ന സമയത്താണ് അവളുടെ അനിയത്തിയായിട്ടുള്ള പൊടി അങ്ങോട്ട് വരുന്നത്. പൊടിയാണെങ്കിൽ ഇച്ചിരി കൂടിയൊക്കെ മോഡേണായി വയറൊക്കെ കാണിക്കുന്ന രീതിക്ക് ലാച്ച് ഇട്ടുകൊണ്ട് വരുന്ന സമയത്ത് അവിടെ നിൽക്കുന്ന പയ്യന്മാരാണെങ്കിൽ അവളെ നല്ല പോലെ കമൻ്റ് അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൾ ഈ കോലത്തിൽ വരുന്ന കാണുമ്പോൾ അവർ അച്ചാമ്മയ്ക്ക് അതങ്ങ് ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ അച്ചാമ്മ പറയുകയാണ്, ഒന്നില്ലെങ്കിൽ നിൻ്റെ അച്ഛൻ്റെ മാനത്തെ കരുതിയെങ്കിലും നീ ഇച്ചിരി തുണി മറച്ച് നടക്കുന്നൊക്കെ പറഞ്ഞ് ഇവർ തമ്മിൽ ചുമ്മാ അതേ അങ്ങ് വഴക്കാവുകയാണ്. ഇത് കാണുന്ന സമയത്താണെങ്കിൽ സുവിധയുടെ അമ്മയാണെങ്കിൽ സുവിധയുടെ അടുത്ത് പറയുന്നത്, നീ എങ്ങനെയും പിടിച്ചു മാറ്റി ആ വഴക്കിൽ നിന്ന് മാറ്റാനായിട്ട് പറയുകയാണ്. അപ്പോഴാണ് ആ പാചകക്കാരൻ വന്ന് പായസം റെഡിയായത് കാണിക്കാനായിട്ട് സുവിധയെ വിളിക്കുന്നത്. സുവിധ അങ്ങോട്ട് ചെല്ലുന്ന സമയത്താണെങ്കിൽ ഈ പറഞ്ഞ കണക്ക് പൊടിമോളും അതേ കണക്ക് ഇവളുടെ അച്ചാമ്മയും തമ്മിൽ ഭയങ്കര കാര്യമായിട്ട് വഴക്ക്. ആരാണ് ഏറ്റവും കൂടുതൽ സൗന്ദര്യം, അച്ചാമ്മയാണോ സൗന്ദര്യം പൊടിമോൾക്കാണോ സൗന്ദര്യം പറഞ്ഞ് ഇവർ രണ്ടുപേരും ഭയങ്കര വഴക്ക്. അങ്ങനെ സുവിധയുടെ അടുത്തോട്ട് രണ്ടുപേരും ഇത് ചോദിക്കാനായിട്ട് വരുവാണ്. അപ്പോഴാണ് കറക്റ്റ് വന്ന് സുവിധയുടെ അച്ഛൻ്റെ കോൾ വരുന്നത്. അപ്പം അച്ഛൻ പറയാം, മോളെ നിനക്ക് അറിയാലോ ഇന്നത്തെ ദിവസം എനിക്ക് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന്, ഒരു കാര്യത്തിൽ അവിടെ കുറവുണ്ടാവരുത്, അരമണിക്കൂറിനകത്ത് ഞാൻ അങ്ങോട്ട് വരുമെന്ന് പറയാം കേട്ടോ. അപ്പോഴാണെങ്കിൽ വെച്ച് കഴിയുന്ന സമയത്ത് അച്ചാമ്മയും പൊടിമോളും മാറി ചോദിക്കുവാണ് ആരാണ് ഏറ്റവും കൂടുതൽ സൗന്ദര്യം എന്ന്. അപ്പം അച്ചാമ്മയെ വിഷമിപ്പിക്കേണ്ട എന്ന് കരുതി സുവിധ പറയുകയാണ്, എൻ്റെ അച്ചാമ്മയെ കാണാനാണ് ഏറ്റവും കൂടുതൽ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ പോലും എൻ്റെ അനിയത്തി ഒട്ടും മോശമല്ല കേട്ടോ, എൻ്റെ അനിയത്തിയെ കാണാനും കൊള്ളാം എന്ന് പറയുവാണ്. അങ്ങനെ പറഞ്ഞ് അച്ചാമ്മ അങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് പൊടിമോൾക്ക് ദേഷ്യം വന്ന് അച്ചാമ്മയുടെ കൈ തട്ടി മാറ്റുമ്പോൾ കയ്യിലുള്ള നാരങ്ങ വന്ന് നേരെ ചെന്ന് ആ പായസത്തിനകത്താണ് വിടുന്നത്. അങ്ങനെ ആ അമ്പലത്തിൽ ദേവിക്ക് കൊടുക്കാനായി വെച്ചിരിക്കുന്ന പായസം പിരിഞ്ഞു പോവുകയാണ്. അവിടെ ആകെ മൊത്തത്തിൽ പ്രശ്നമാവുകയാണ്. പാല് പിരിഞ്ഞത് കൊണ്ട് തന്നെ സുവിധ വന്ന് വേറെ ഉണ്ടാക്കാനായിട്ട് പറയുകയാണ് കേട്ടോ. അപ്പോഴാണ് ആ പാചകക്കാരൻ പറയുന്നത്, ഇവിടെയാണെങ്കിൽ വേറെ പാലൊന്നും ഇരിപ്പില്ലെന്ന്. അപ്പോഴാണെങ്കിൽ പാലെടുക്കാനായിട്ട് ഇനി എവിടെയെങ്കിലും പോകണമല്ലോ. അതിനായിട്ട് അനിയനെ വിളിക്കുന്ന സമയത്ത് അനിയൻ പറയും, എനിക്കൊന്നും വയ്യ, എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനോട് ഐസ്ക്രീം കഴിക്കണം. അതുകൊണ്ട് തന്നെ സുവിധ ഒറ്റയ്ക്കാണ് ആ പാല് മേടിക്കാനായിട്ട് പോകുന്നത്. അവളാണെങ്കിൽ പോകുന്നത് നേരെ അവളുടെ വീട്ടിലോട്ട്. അപ്പോൾ അവളുടെ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റ് താമസിക്കുന്നവർ ഇതേ കണക്ക് പാല് കറവും വിൽപ്പനയൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയുള്ള സുജാത ആൻറ്റിയെ വിളിക്കണം. ഈ സുജാത ആൻറ്റി വേറെ ആരുമില്ല, നമ്മുടെ അരുണിൻ്റെ അമ്മയാണ് കേട്ടോ. അങ്ങനെ സുജാത ആൻറ്റി എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവൾ കാണുന്നത് അവിടെയുള്ള പശു വന്നിട്ട് പ്രസവിക്കാറായിട്ട് ആ വേദന കൊണ്ട് പൊളയുന്നുണ്ട്. അവൾക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യ. അങ്ങനെ ഇവൾ ആരെങ്കിലും വിളിക്കണമല്ലോ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി പോകാൻ നിൽക്കുന്ന സമയത്ത് കറക്റ്റ് അങ്ങോട്ട്
അരുൺ വരുന്നുണ്ട്. അപ്പം നേരെ ഇവള് ചെന്ന് കയറി കൊടുക്കുന്നത് അവൻ്റെ മുന്നിലോട്ടാണ്. അങ്ങനെ അവർ തമ്മിൽ ഫസ്റ്റ് ടൈം ഒരു ഐ കോണ്ടാക്റ്റ് അവിടെ വെച്ച് ഉണ്ടാവുകയാണ്. അപ്പോഴാണ് അരുൺ ഇങ്ങനെ ശ്രദ്ധിക്കുന്നത് ആ പശു വന്ന് പ്രസവവേദന കൊണ്ട് കരയുന്നത്. അങ്ങനെ അവൻ ആ ഒരു പശുവിൻ്റെ പ്രസവം നോക്കാനായിട്ട് പോകുന്ന സമയത്ത് സുവിതയാണെങ്കിൽ ഒട്ടും സമ്മതിക്കുന്നില്ല. അപ്പം ഇവൾക്ക് വന്ന് അരുൺ ആരാന്ന് അറിയത്തില്ല, അതുകൊണ്ടാണ് ഇവൾ തടസ്സം നിൽക്കുന്നത്. പക്ഷെ അരുൺ പരമാവധി പറഞ്ഞ് മാറ്റി നിർത്താൻ നോക്കുന്നെങ്കിലും ഇവൾ അതിൻ്റെ ഇടയിൽ കയറി കുറേ സംസാരിക്കുന്ന സമയത്ത് അരുൺ ദേഷ്യം വന്ന് പറയുവാണ്, ദയവ് ഇതൊന്നും മിണ്ടാതിരിക്കുമെന്ന്. അങ്ങനെ ആ പശു പ്രസവിക്കുകയാണ്. ഇത് കണ്ടോടുകൂടി സുഗതയ്ക്കാണെങ്കിൽ ബോധം പോയി അവൾ തലയിറങ്ങി വീഴുവാണ്. ഇതേ സെയിം ടൈമിൽ ആ ഒരു അമ്പലത്തെ കാണിക്കുവാണ്. പൊടിമോളെ കമന്റ് അടിച്ചുള്ള ചെറുക്കന്മാർ വന്ന് അവളെ നേരോട്ട് ഒരു പൂ വന്നിട്ട് ഉന്നം വെച്ചിട്ട് എറിയുവാണ് കേട്ടോ. അത് കറക്റ്റ് നേരെ പിടിക്കുന്നത് വന്നിട്ട് നമ്മുടെ സുഗതയുടെ അച്ഛനാണ്. അയാളാണെങ്കിൽ വളരെ ദേഷ്യത്തോടു കൂടി ആ ഒരു പയ്യന്മാരെ നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. ഇതേ സമയത്ത് നമ്മുടെ സുവിധയെ കാണിക്കുന്ന സമയത്ത് ഇവൾ തല ഇറങ്ങി വീണില്ല. അതുകൊണ്ട് തന്നെ അരുണിനുള്ള മുഖത്തൊക്കെ വെള്ളം തിളപ്പിച്ച് ഇവളെ അങ്ങ് എണീപ്പിക്കുക. ഇവളാണെങ്കിൽ എണീറ്റപ്പോൾ ആകെ ഷോക്ക്. ആ ഒരു പശു കുഞ്ഞിനെ പ്രസവിപ്പിച്ചത് ഈ അരുണല്ലേ? അപ്പോൾ പറയണം, നിങ്ങളെ സമ്മതിക്കണം, അതിന് പ്രസവം എടുത്തല്ലോ നിങ്ങളെന്ന്. അപ്പോഴാണെങ്കിൽ അരുൺ പറയുവാണ്, സത്യം പറഞ്ഞാൽ അത് അവർ തന്നെ പ്രസവിച്ചോളാം, അതിന് എൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല, ഞാൻ ഹെൽപ്പ് ചെയ്തൊന്നുമില്ല, അത് തന്നെ പ്രസവിച്ച് തന്നെയാണെന്ന് പറയുവാണ്. ഇങ്ങനെ ഹെൽപ്പൊക്കെ വേണമെങ്കിൽ നിന്നെപ്പോലെ ഇതൊക്കെ കാണുമ്പോൾ തല ഇറങ്ങി വീഴുന്ന ഒരാൾക്കാണ് ഹെൽപ്പ് വേണ്ടത്, അല്ലാതെ വേറെ ആർക്കും ഇതേ കണക്ക് ഹെൽപ്പിൻ്റെ ഒന്നും ആവശ്യം വരത്തില്ലെന്ന് പറയുവാണ്. അരുൺ ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് സുവിധിക്ക് നല്ലപോലെ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണെങ്കിൽ ഇവള് നേരെ പ്രസവിച്ച് കിടക്കുന്ന പശുക്ലാവിൻ്റെ അടുത്തോട്ട് പോയിട്ട് അവളുടെ കാലിലെ കൊലുസൂരി അണിഞ്ഞു കൊടുക്കാൻ പോകുന്ന സമയത്ത് അരുൺ ചോദിക്കുക, നീ ഇതെന്തൊക്കെയാണ് കാണിക്കുന്നതെന്ന്. അപ്പോൾ നമ്മുടെ സുവിധ പറയാണ്, ഇത് ഇവിടുത്തെ ഒരു പാരമ്പര്യമാണ്, ഈ മണ്ണിൽ ജനിച്ചു വീഴുന്ന എല്ലാ കുഞ്ഞിനും ഞങ്ങൾ എന്തെങ്കിലും കൊടുക്കണം, എൻ്റെ കയ്യിൽ വേറെ ഒന്നുമില്ല, അതുകൊണ്ട് ഞാൻ ഈ കൊലുസ് അണിയിക്കുക എന്ന് പറയുവാണ്. അപ്പോൾ ഇവൻ പറഞ്ഞു, നീ ഇതൊക്കെ എന്തോത്തിനായി കാണിക്കുന്നതെന്ന്. അപ്പോൾ സുവിധ പറയുവാണ്, ഞാൻ ഇവളുടെ കുഞ്ഞമ്മയാണ്, അതുമാത്രമല്ല ഇവക്ക് ഞാൻ ഇപ്പോൾ ഒരു പേരും കൂടി ഇടാൻ പോവാം, ഞാൻ പാറുകുട്ടിയെന്ന് പേരിടുക എന്നും പറഞ്ഞ് അങ്ങനെ അവൾ ആ ഒരു പശുക്കുട്ടിക്ക് പാറുകുട്ടിയെന്ന് പേരും കൂടി ഇടുവാണ്. ഈ സമയത്താണെങ്കിൽ അമ്പലത്തെ കാണിക്കുവാണ്. ദേഷ്യത്തോടെ വന്നിട്ട് സുവിധയുടെ അച്ഛൻ പോയിട്ട് ആ ഒരു ചെറുക്കൻ്റെ ചെവിക്കൽ നോക്കി ഒന്ന് പൊട്ടിക്കുക കേട്ടോ. അപ്പോൾ അവിടെയുള്ള ആളുകളെല്ലാം തന്നെ അവരെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. ഇതേസമയം സുവിധയെ കാണിക്കുമ്പോൾ സുവിധ വന്ന് അരുണിൻ്റെ അടുത്ത് 10 ലിറ്റർ പാല് ചോദിക്കുക കേട്ടോ. അപ്പോൾ അവൻ പറയും, ഇവിടെ പാലൊന്നും ഇല്ലെന്ന്. അപ്പോൾ ഇവള് പറയുകയാണ്, ഇങ്ങനെ നീ കറന്നതാന്ന് പറയും. അപ്പോൾ വന്നിട്ട് അരുൺ പറയുകയാണ്, ഈ രാത്രി സമയത്തൊന്നും സമയം കാലം നോക്കാതെ കറക്കാൻ പറ്റത്തില്ലെന്ന്. അപ്പോൾ പറയും, നിങ്ങൾ എന്തിനിങ്ങനെ തരുതല പറഞ്ഞു പറഞ്ഞാൽ അവിടെ ചെന്ന് തുറന്നു നോക്കുന്ന സമയത്ത് അതിനകത്ത് പാലിരിക്കുന്നു. അപ്പോൾ അവൾ ചോദിക്കും, നിങ്ങളല്ലേ പാലില്ലെന്ന് പറഞ്ഞു, ഇതെന്താ പാല്, എനിക്ക് ഈ പാല് തരാൻ പറയും. അപ്പോഴാണെങ്കിൽ അരുൺ പറയും, ഇല്ല അതൊന്നും പറ്റത്തില്ല, ഈ പാല് വേറെ ആൾക്ക് വെച്ചേക്ക് തരാൻ പറ്റത്തില്ലെന്ന് പറയും. എനിക്ക് കുടിക്കാനല്ല ഈ പാല് മേടിക്കുന്നത്, ഇത് ദേവിയുടെ പ്രസാദം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ എനിക്ക് കുടിക്കാനല്ലെന്ന് സുവിധ പറയും. സുവിധ പറയും, നീ പുതിയതായിട്ട് ജോലിക്ക് വന്നോണ്ടാ, നിന്റെ മുതലാളിയെ കാണുമ്പോൾ ചോദിച്ചാൽ മതി, കശ്യപ് സാറിന്റെ മോൾ ആരാന്ന് ചോദിച്ചാൽ മതി, അപ്പോൾ അവർ നിനക്ക് കാര്യങ്ങളെല്ലാം കറക്റ്റ് പറഞ്ഞു തരുമെന്ന് പറയണം കേട്ടോ. തർക്കിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ നിൽക്കുന്ന പശു ആണെങ്കിൽ കുത്താനായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇവളെ കുത്തല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അരുൺ ആണെങ്കിലെ പിടിച്ചു മാറ്റുന്ന സമയത്ത് ഇവൾ തറയിൽ ചെന്ന് വീഴും. പക്ഷേ സുവിധ തെറ്റിദ്ധരിക്കും ദേഷ്യത്തിൻ്റെ പുറത്ത് ഇവളെ തട്ടിലിട്ടതാണെന്ന്. അതുകൊണ്ട് തന്നെ തനിക്ക് ഇത്രയ്ക്ക് ധൈര്യമോ, താൻ എന്താ വിചാരിച്ച് താൻ പാല് തന്നില്ലെങ്കിൽ എനിക്ക് എന്താ പാല് കിട്ടത്തില്ലെന്നോ എന്നും പറഞ്ഞിട്ട് അവനെ കുറേ ചീത്തയും പറഞ്ഞ് സുവിധ അവിടെ നിന്ന് ഇറങ്ങിപ്പോവും. ഇവളാണെങ്കിൽ ഇങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ട് ആരോണ്ട് ഭയങ്കരമായിട്ട് ദേഷ്യം വരും. അപ്പോൾ അവൻ പറയും, ഇവളിങ്ങനെ പിടിച്ച് മാറ്റേണ്ട കാര്യമില്ലായിരുന്നു, ഇവൾക്ക് ശരിക്കും ഒരു കുത്തിൻ്റെ കുറവുണ്ടെന്ന്. ഇതേ സമയം സുവിധയുടെ അമ്മയാണെങ്കിൽ അവളെ വിളിച്ചിട്ട് പറയുകയാണ്, അച്ഛനിവിടെ വന്നിട്ടുണ്ട്, ഇവിടെ ആകെ പ്രശ്നമായി, നീ പെട്ടെന്ന് ഇങ്ങോട്ട് വരാനായിട്ട് പറയുവാണ്. എന്നിട്ടാണെങ്കിൽ സുവിധ പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലുമ്പോൾ കാണുന്നത് വന്നിട്ട് ഇവളുടെ അച്ഛനാണെങ്കിൽ ആ ചെറുക്കനെ വന്ന് നാട്ടുകാരുടെ മുന്നിൽ എല്ലാം നാണം കെടുത്തി അവിടെ നിന്ന് പറഞ്ഞു വിടുന്നതാണ്. ഈ സമയം വന്ന് നമ്മുടെ അരുണിനെ കാണിക്കുകയാണ് കേട്ടോ. അവൻ്റെ അമ്മ ചോദിക്കുവാണ്, ഇതാരാ ഈ കൊലുസ് വന്ന് ഈ ഒരു പശുക്കളാവിൻ്റെ കാലിൽ കെട്ടിക്കൊടുത്തേന്ന്. അപ്പോൾ ഇങ്ങനെ അരുൺ പറയുകയാണ്, അവളുടെ കുഞ്ഞമ്മ വന്നായിരുന്നു, അവളാ കെട്ടിക്കൊടുത്ത്, മാത്രമല്ല പേരൊഴിട്ടാ പോയെന്ന്. അപ്പോൾ ചോദിക്കുകയാണ്, ആരാ അതെന്ന് ചോദിക്കുന്ന സമയത്ത് അരുൺ പറയുകയാണ്, ഏതോ ഒരു സുവിധ, ഒരു കൈലാഷ് കശ്യപിൻ്റെ മോളാന്ന് പറയുക കേട്ടോ. 10 ലിറ്റർ പാലും ചോദിച്ചോണ്ട് ഇവിടെ വന്നിരുന്നേ, എന്തോ പൂജയുടെ ആവശ്യത്തിനാണെന്ന്. അപ്പോൾ അരുണിൻ്റെ അമ്മ ചോദിക്കുകയാണ്, നീ എന്താ പിന്നെ അത് കൊടുക്കാഞ്ഞെന്ന്. നമുക്കൊന്നാമത് നാളെ മാർക്കറ്റിൽ കൊടുക്കാനുള്ള പാലേ ഉള്ളൂ, അപ്പോൾ ഇതെങ്ങനെ എടുത്ത് കൊടുക്കുന്നത് വെച്ചാൽ ഞാൻ കൊടുക്കാഞ്ഞെന്ന് പറയുകയാണ്. അപ്പോൾ നമ്മുടെ അരുണിൻ്റെ അമ്മ വന്ന് എന്തോ ഒന്ന് ചിന്തിക്കുന്നുണ്ട്. ഇതേ സമയത്ത് വന്നിട്ട് ആ പൂജ നടക്കുന്ന സ്ഥലത്ത് കാണിക്കുവാണ്. സുവിധയാണെങ്കിൽ സുവിധയുടെ അച്ഛൻ്റെ അടുത്ത് പറയണം, അച്ഛനൊന്ന് കൂളാവും, നമ്മുടെ പൂജയല്ലേ ഇന്ന്, ടെൻഷനൊന്നും അടിക്കണ്ട, എല്ലാം ശരിയാവും എന്ന് പറയാം കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മുടെ സുവിധയുടെ അച്ഛൻ്റെ കൂട്ടുകാരൻ്റെ മോനും ഫാമിലിയും വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കൂട്ടുകാരൻ പറയുകയാണ്, നിന്റെ മകൾ സുവിധയെ പോലെ തന്നെ കാര്യമുള്ളവനെ എൻ്റെ മോനെന്ന്. പക്ഷെ അത് വന്നിട്ട് ആ ഒരു
സുവിധയുടെ അച്ഛൻ അത് ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ അവർ പൂജ തുടങ്ങുവാണ്. പൂജ തുടങ്ങുന്ന സമയത്താണെങ്കിൽ ഇവരെല്ലാവരും പൂജയ്ക്ക് മാറി മാറി ആരതി എടുത്ത് ഒഴിയുന്നുണ്ട് കേട്ടോ. അപ്പോഴാണെങ്കിൽ ഈ സുവിധയുടെ അച്ഛൻ്റെ കൂട്ടുകാരൻ്റെ മകനാണെങ്കിൽ സുവിധയെ വല്ല പോലെ വായ നോക്കി നിൽപ്പുണ്ട്. അത് വന്ന് കാണുന്ന സമയത്ത് സുവിധയുടെ അച്ഛന് നന്നായിട്ട് ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ ആ ഒരു പൂജയ്ക്ക് ആവശ്യമുള്ള പലഹാരങ്ങളെല്ലാം കൊണ്ടുവന്ന് വെക്കുകയാണ് കേട്ടോ. ആ സമയത്ത് നോക്കുമ്പോൾ പായസം മാത്രം കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ സുവിധയാണെങ്കിൽ ആകെ മൊത്തത്തിൽ ടെൻഷനാവുക. കാരണം ഇവൾ പാല് കൊണ്ടുവന്ന് കൊടുത്തില്ലല്ലോ. അപ്പോൾ അവളുടെ അച്ഛനാണെങ്കിൽ ആകെ എന്താണെന്നും പറഞ്ഞ് സുവിധ എടുത്ത് ചോദിക്കാൻ തുടങ്ങുന്ന സമയത്ത് ആ ഒരു പാചകക്കാരൻ കറക്റ്റ് ആ ഒരു പായസം കൊണ്ടുവന്ന് കൊടുക്കുവാണ്. അപ്പോഴാണെങ്കിൽ സുവിധയുടെ അച്ഛൻ ചോദിക്കുക, നിങ്ങളെന്താ ഇത്രയ്ക്ക് ലേറ്റ് ആയെന്ന് പറഞ്ഞാൽ, അല്ല ദേവിക്കുള്ള പായസമല്ല, അതുകൊണ്ട് നോക്കി നോക്കി ചെയ്തുകൊണ്ടാണ് ഇച്ചിരി താമസിച്ചെന്ന് പറഞ്ഞ് ആ പായസം വന്ന് ദേവിക്ക് കൊണ്ടുപോയി നേരുകയാണ്. സുവിധ എന്ന പാചകക്കാരനോട് ചോദിക്കുകയാണെങ്കിൽ പാൽ എവിടെ. അപ്പോൾ പാചകക്കാരൻ പറയുകയാണ്, നീ പാല് ചോദിച്ചു തന്ന വീടില്ലേ, അവിടെ തന്നെയാണ് പാൽ ഇങ്ങോട്ട് എത്തിച്ച്, മാത്രമല്ല അവൻ എൻ്റെ കയ്യിൽ നിന്ന് പൈസ പോലും മേടിച്ചില്ലെന്ന്. അപ്പോൾ സുവിധ വന്ന് ആ പാലിൻ്റെ പൈസ മേടിച്ചുകൊണ്ട് നോക്കുന്ന സമയത്ത് അവിടെ വന്ന് അരുണിൻ്റെ വണ്ടി കാണുന്നുണ്ട്. അപ്പോൾ അവൻ ഈ പൈസ ഏൽപ്പിച്ചിട്ട് തന്നെ കാര്യം എന്ന് പറഞ്ഞ് അവൾ അങ്ങോട്ട് ചെല്ലുവാണ്. എന്നിട്ടാണെങ്കിൽ സുവിധ എന്ന് അരുണിനോട് ചോദിക്കുക, ഞാൻ വന്ന് ചോദിച്ചപ്പോൾ എന്തൊരു ചാടയായിരുന്നു, ഞാൻ നിങ്ങളുടെ കാല് പിടിച്ചില്ലെന്നല്ലേ ഉള്ളൂ, എന്നിട്ട് നിങ്ങൾ ഈ പൈസ ഇപ്പോൾ ഇവിടെ വന്ന് ആളാവാൻ നോക്കിയാണെന്ന് പറയാം. എന്നിട്ട് ആ പൈസ അവിടെ വെച്ച് പോകാൻ നിൽക്കുന്ന സമയത്ത് അരുണിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരും. അരുണാണെങ്കിൽ ആ പൈസ എടുത്ത് അവളുടെ കയ്യിൽ തിരിച്ചു വെച്ച് കൊടുത്തിട്ട് പറയാം, എനിക്ക് നിൻ്റെ അടുത്ത് ന്യായീകരിക്കേണ്ട കാര്യമില്ല, മാത്രമല്ല എനിക്കിവിടെ ആളാവും വേണ്ടെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് വണ്ടി എടുത്തുകൊണ്ട് പോവുകയാണ്. ഈ ഒരു സീനോട് കൂടിയാണ് നമ്മുടെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മാത്രമല്ല നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.